ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതും നേതൃത്വം വഹിക്കുന്നതും മാണിക്കോത്ത് മഹേന്ദ്രൻ എന്നൊരു വ്യവസായിയുമാണ്. ഇതെന്റെ ഹസ്ബൻഡ് അമ്മയാ. പേര് സത്യഭാമ. ജീവിത പ്രതിസന്ധികളിൽ പതറാതെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജീവിതത്തെ തോൽപ്പിച്ചവരാ എന്റെ അമ്മ ശാരദയും പിന്നെ എന്റെ ഹസ്ബൻഡ് അമ്മ സത്യഭാമയും. പിന്നെ ഈ സത്യാമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കി വെച്ചതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടിട്ട് പതറാതെ ഇടറാതെ ഒരടി പോലും പിന്നോട്ടു പോവാതെ സ്വയം തൊഴിൽ പോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി വീട് തോറും കൊണ്ടു നടന്ന് വിറ്റ് നഷ്ടപ്പെട്ട ജീവിതം കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച ഒരാളാ. കയ്യടി അറിയിക്കുന്ന കാര്യല്ലേ? നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ജീവിതത്തിൽ നിന്ന് വരെ ഓടി ഒളിക്കുകയല്ലേ ചെയ്യൂ. അപ്പൊ ഈ മനസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയതും ഈ അവാർഡ് സ്വീകരിക്കേണ്ട ആളും ഞാനല്ല. എന്നെക്കാൾ യോജിച്ചത് എന്റെ ഈ സത്യാമ്മയ്ക്കാണ്. എന്റെ ഹസ്ബൻഡ് അമ്മയാണെങ്കിലും ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ ആരാധിക്കുന്ന വ്യക്തിത്വമാണത്. പ്രതിസന്ധികളിൽ തളരാതെ തകർച്ചകളെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്ന ധീരയായ സ്ത്രീ. നിങ്ങളുടെ ഈ അവാർഡിന് അർഹ എന്തുകൊണ്ടും ഈ അമ്മ തന്നെയാ. നിങ്ങൾ കൊടുക്കേണ്ടതും ഈ അമ്മയ്ക്ക് തന്നെയാ. മാഡം പറയുന്നത് പോലെ തന്നെ. സത്യാമ്മ ഇത് സ്വീകരിക്കണം. മോളെ, ഇത് ഞാൻ വാങ്ങിക്ക്. വാങ്ങിച്ചോളൂ സത്യാമ്മേ. ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. വാങ്ങിക്ക്. ഹലോ സർ. ശാലിനിക്ക് ഫോൺ കൊടുക്കൂ. മാഡം റവന്യൂ സെക്രട്ടറിയാ. ഹലോ സർ. എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങള്? ഞാൻ ആളെ വിട്ടിരുന്നു സർ. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ഞാൻ വിളിക്കാം. ശരി. അനു, പരുത്തിക്കുന്നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വൻ തട്ടിപ്പാണ് മാഡം അവിടെ നടക്കുന്നത്. മാണിക്കോത്ത് ഗ്രൂപ്പിന്റേതാണ് പരുത്തിക്കുന്ന് കോളനി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതും നേതൃത്വം വഹിക്കുന്നതും മാണിക്കോത്ത് മഹേന്ദ്രൻ എന്നൊരു വ്യവസായിയുമാണ്. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് എന്റെ ക്യാബിനിലോട്ട് കയറി ആ കസേരയിലൊന്ന് ഇരിക്കാനുള്ള സാവകാശം നീ തരൂ. സോറി സർ. സാർ മീറ്റിങ്ങിനോ മറ്റോ കയറിയാ പിന്നെ. അത്രയ്ക്ക് അത്യാവശ്യമാണോ? അതെ സർ.
നീ സ്വാമിയെ കണ്ടില്ലേ? ഇല്ല. എങ്കിൽ എന്റെ ക്യാബിനിലോട്ട് വാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. സർ, കേറി വേടാ. ആ സ്വാമിയും കൂടെ ഒന്ന് വരട്ടെ. കേറി വാ സ്വാമി. ഇനി പറ, എന്തുവാ കാര്യം? പരുത്തിക്കുന്നിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കളക്ടറുടെ ഓഫീസിൽ നിന്നും പരുത്തിക്കുന്ന് കോളനിയിലേക്ക് ആളുകൾ വന്നു. അത് പുറമ്പോക്കാണെന്നാണ് വന്നവർ പറഞ്ഞത്. പുറമ്പോക്കോ? എന്താ സ്വാമി, എന്താ ഉണ്ടായേ? വന്നത് കളക്ടറുടെ ഓഫീസിൽ നിന്ന് തന്നെയാണോ? ആ കാഹളം കുമാരനാണ് സാറേ എല്ലാത്തിനും പിന്നിൽ. നമ്മള് കോളനി സ്ഥലം കയ്യേറിയെന്നൊക്കെയാണ് അവൻ പറഞ്ഞു നടക്കുന്നത്. അവനാണ് ഇപ്പൊ കളക്ടറെയും കൂട്ടരെയും പരുത്തിക്കുന്നിൽ എത്തിച്ചിരിക്കുന്നത്. എന്താണ് സാർ? സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചാണ്. ഈ കാഹളമല്ലേ നമ്മുടെ ഓഫീസിന് മുന്നിൽ കൊടിയും പിടിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തിയത്? അതെ സാർ, സ്വന്തമായിട്ടുള്ള വീടോ വീട്ടുകാരോ ഒന്നുമില്ല. കടത്തിണ്ണകളിലും തുക്കുട ലോഡ്ജുകളിലും ഒക്കെയാണ് അന്തി ഉറങ്ങുന്നത്. വലിയ കുഴപ്പക്കാരനാണ് സാർ. ഈ കുഴപ്പക്കാരെയൊക്കെ പിന്നെ എന്തിനാ ലാസർ ഈ ഭൂമിയിൽ ഇങ്ങനെ വച്ചേക്കുന്നേ? അങ്ങനെയുള്ളവരെ ഒന്നും ഈ ഭൂമിയിൽ വേണ്ടെന്നേ. ചുമ്മാ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നേ? സ്വാമി പറഞ്ഞു കേട്ടില്ലേ, കുടുംബവും ഇല്ല കൂട്ടുകാരും ഇല്ല. അപ്പൊ പിന്നെ തലയ്ക്കലിരുന്ന് കരയാൻ ആളും ഇല്ല. അപ്പൊ തീർക്കാനാണോ സാർ? എന്തിനാടാ തീർക്കുന്നേ? തീർത്താൽ പാപം തിന്നാൽ തീരുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പിന്നെ തിന്നാൻ നടക്കണം. അതൊന്നും വേണ്ട. ഇവിടെ ഒരുപാട് ആശുപത്രികളില്ലേ? കൈയും കാലും തല്ലിയൊടിക്കപ്പെട്ടവർക്ക് കിടക്കാൻ ആശുപത്രികളിൽ സൗകര്യമുള്ളപ്പോ നമ്മൾ എന്തിനു കൊലപാതകം ചെയ്യണം? ദേഹക്ഷതം വന്ന് കിടക്കാൻ സർക്കാർ സംവിധാനമുണ്ട്. ആഴ്ചയിൽ പാലും മുട്ടയൊക്കെ എപ്പോഴും കിട്ടത്തില്ലേ സ്വാമി? അത് കിട്ടും. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യ്. അവിടെ കിടന്ന് അവന്റെ ശരീരമൊക്കെ ഒന്ന് നന്നാവട്ടെ. ആകപ്പാടെ നമുക്ക് പ്രശ്നം അവന്റെ വായല്ലേ. അത് ഇനി അവൻ തുറക്കണ്ട. ലാസർ അതിനുള്ള വഴി നോക്ക്. ശരി സാർ. അവന്റെ വായ നമുക്ക് തുന്നിക്കെട്ടാം. പക്ഷേ അവന് വഴിവെട്ടി കൊടുക്കുന്ന ഒരു വഴികാട്ടിയുണ്ട്. നമുക്ക് വേണ്ടത് ആ വഴികാട്ടിയെ.